എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ ഡ്രോയർ ക്ലീനിങ് ആണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് 500 സംതിങ്ങിന് വാങ്ങിയതാണ്. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. കാരണം എൻ്റെ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ച് എനിക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ നല്ല ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. കാരണം ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാം 4 കോലായിട്ട് കിടക്കണം, അപ്പുറത്തുമായിട്ട്. അപ്പോൾ ഇതൊന്ന് ആദ്യം സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ക്ലിപ്പും അതും ഇതും എല്ലാം കൂടെ വലിച്ച് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. എല്ലാവരും ഫുൾ വീഡിയോ കാണണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം എൻ്റെ യെല്ലോ ഡ്രോയാണ് എടുത്തത്. എല്ലാം വലിച്ച് ഇട്ടിരിക്കുന്നത്. അതിൽ ക്ലിപ്പെല്ലാം എടുത്ത് സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് ക്ലിപ്പ് ഉണ്ട് എനിക്ക് അവിടെ എവിടെയായിട്ട് കിടക്കും. പിന്നെ ഇതൊക്കെ ഈ ഇടയ്ക്ക് ഞാൻ വാങ്ങിയതാണ്. അങ്ങനെ പിന്നെ ഇപ്പോൾ ഞാൻ ഓരോ സെക്ഷനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം അടുക്കി പെറുക്കാമെന്ന് വെച്ചാൽ അതാകുമ്പോൾ എളുപ്പമല്ലേ, ക്രഞ്ചീസ് ഒന്നിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ ഇപ്പം ഞാൻ ഈ ബോട്ടിലാക്കിയില്ലേ, അതെന്ന് പറയുന്നത് ഒരു 13 എണ്ണം 59 രൂപയ്ക്ക് എനിക്ക് കിട്ടിയതാണ്. നല്ല വെർത്തായിട്ട് തോന്നി എനിക്ക്. വളകളെല്ലാം 4 വാക്കായിട്ട് കിടപ്പുണ്ടായിരുന്നു. കാരണം വളകളെല്ലാം ഞാൻ ഒരു ഡ്രോയറിൻ്റെ അകത്താണ് ഇടുന്നത്. അപ്പോൾ അത് കുറേ ഇതിലേറി കിടപ്പുണ്ടായിരുന്നു. പിന്നെ നെയിൽ പോളിഷ് എല്ലാം എടുത്ത് സെപ്പറേറ്റ് ചെയ്തു. കാരണം നെയിൽ പോളിഷ് 4-5 എണ്ണം ഈ ഡ്രോയറിൽ ഏറി കിടപ്പായിരുന്നു. അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം എൻ്റെ ഈ ബോക്സ് എന്ന് പറയുന്നത് ഒരു 29 രൂപയ്ക്ക് ഞാൻ കുറേ ഒരു 100 ഡിസ്കോ ബാറും 4-5 ക്ലിപ്പും ആയിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 7-8 എണ്ണം എന്തേ ഉള്ളൂ. കാരണം എല്ലാം എൻ്റെ നിന്ന് പോയായിരുന്നു. കാരണം ഇത് ബോക്സ് നന്നായി അടഞ്ഞിരിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തു തുറന്ന് പോയി, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയി. അങ്ങനെ ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു കുഞ്ഞ് ബ്രേസ്ലെറ്റ്, എൻ്റെ റിങ്, എനിക്ക് 4-5 റിങ്, അതെല്ലാം എടുത്ത് അതിൻ്റെ അകത്ത് സെറ്റാക്കി വെച്ച്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ സെപ്പറേറ്റ് ആക്കി എടുത്ത് വെച്ച സാധനം ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം. ഫസ്റ്റ് ബഡ്സ് വെച്ചോ. മെഹന്തി ഞാൻ ഇടാൻ വാങ്ങിയതാണ്, പക്ഷെ ഇന്നേ വരെ അത് ഇട്ടിട്ടില്ല. ഭയങ്കര 2 ആഴ്ചയായി. നമുക്കിടാം. പിന്നെ ഡിസ്കോ ബാർ, പിന്നെ ബോക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ബണ്ണൊക്കെ ഇടുന്ന ബോക്സാണ് കേട്ടോ, ആ ബോക്സ്. പിന്നെ എൻ്റെ വാച്ചുകളാണ് ഇതെല്ലാം. ഇനി ആദ്യം നൂത്ത് വെച്ചപ്പോൾ സ്ഥലം തികയുന്നില്ല. പിന്നെ ഇപ്പോൾ വെച്ച വാച്ച് എൻ്റെ മോൻ്റെതാണ്, അത് എൻ്റെതല്ല. ഇനി ഒരു 2 വാച്ച് കൂടെ ഉണ്ട്, അത് കാണാനില്ല, ഇവിടെയുണ്ട്. പിന്നെ എൻ്റെ മുത്ത് കളക്ഷൻ വെച്ചു. പിന്നെ ഇതെൻ്റെ വാച്ചല്ല, ഇത് ഡമ്മി വാച്ചാണ്, ചേട്ടൻ്റെയാണ്. പിന്നെ ഇതെല്ലാം എൻ്റെ ക്ലിപ്പ് കളക്ഷൻസാണ്. കാരണം ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ വാങ്ങുന്നതാണ്. പക്ഷേ ഇനിയും ഉണ്ട്, കുറേ ഉണ്ട്, പക്ഷെ എവിടെയൊക്കെ കിടക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് സെറ്റാക്കി. പിന്നെ എൻ്റെ കോമ്പാക്ട് പൗഡർ വെച്ചു. ഇത് ഇപ്പോൾ വയ്ക്കുന്ന ക്ലിപ്പ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ നമ്മളെ ഫ്ലോറൽ ക്ലിപ്പ്, അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്ലിപ്പ്. ഇത് 35 രൂപയ്ക്ക് എന്തോ ഞാൻ ഇവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ നല്ല രസമുണ്ട് അതിനെ കാണാൻ. പിന്നെ അടുത്തത് സെറ്റ് ചെയ്യാൻ ബോക്സ് ഞാൻ എന്ത് ചെയ്ത് മെഷീൻ വാങ്ങിയാണ്. 200 രൂപയ്ക്ക് എന്തോ വാങ്ങി. ആദ്യം ഞാൻ എല്ലാ സാധനങ്ങളും ഇതിലാണ് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കണോണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, വേറൊരിലോട്ടെല്ലാം ആക്കി വെച്ച്. ഇതിലെൻ്റെ കൂടുതലുള്ള കമ്മലും എൻ്റെ വള ഇതിലല്ലേ കേട്ടോ, മാല അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ ഒരു കുറേ പൊട്ടിയ ജപമാലകളെല്ലാം ഞാൻ എന്ത് ഇതിലാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് വൃത്തിയാക്കിയാൽ കുറേ എന്ത് ചെയ്യും, ഒതുങ്ങിയിരിക്കും. ഇതിൽ വലുതായിട്ടില്ല, കമ്മൽ കളക്ഷൻ തന്നെ കൂടുതലുള്ള. പിന്നെ എൻ്റെ കുറേ മാലകൾ, ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കാമെന്ന് വെച്ചു. ഇതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഇതിനൊന്ന് തുടച്ച് കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ വേറെ സ്ട്രിങ് ഉള്ള സാധനം അതിൻ്റെ ഉണ്ട്, പക്ഷെ ഞാൻ എടുത്ത് മാറ്റി. കാരണം വലിയ സാധനങ്ങളൊക്കെ വെക്കാനേ. ആദ്യം എൻ്റെ ജപമാലയൊക്കെ എടുത്ത് അതിൽ വെച്ച്, കാരണം പൊട്ടിയതാണ്. ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാലയാണ്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിയതാണ്, മീഷോയിൽ നിന്ന് തന്നെയാണ്. നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇടുമ്പോൾ നല്ല ലുക്കായിരുന്നു ഈ മാല. ഇത് 110 അങ്ങനെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ മാല ഞാൻ ഇന്നേ വരെ ഇട്ടിട്ടില്ല. എവിടുന്നോ തൂക്കപ്പരയുന്ന എന്തിനോ പോയപ്പോൾ ചുമ്മാ വാങ്ങിയത്, പക്ഷെ ഞാൻ ഇന്നേ വരെ ഇതിട്ടിട്ടില്ല. ഇതും എനിക്കിഷ്ടമുള്ളൊരു മാലയാണ്. ഇത് നൂലിയെട്ടിന് വാങ്ങിയതാണ് മോൻ്റെ. ഇത് ഞാൻ 2-3 തവണ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാലയാണ്. പിന്നെ അടുത്ത മാലയെന്ന് പറയുന്നത് ഇത് 9ാം മാസം ഫോട്ടോഷൂട്ടിന് വാങ്ങിയതാണ്, പക്ഷെ ഞാൻ ഇതിട്ടില്ല. വേറൊരു മാലയാണ് ഇട്ടത്. ആ മാലയൊക്കെ കാണിച്ചു തരാവേ. ഇത് ഞാൻ ചുമ്മാ കൗതുകം തോന്നി വാങ്ങിയത്. നല്ല രസമല്ല, പക്ഷേ അത്യാവശ്യം വെയിറ്റുള്ള മാലയാണ്. 1-2 തവണ തന്നെ ഞാൻ ഇട്ടിട്ടുള്ളത്. ഈ മാല ഒരു 5 വർഷത്തെ പഴക്കമുണ്ട്. ഇത്
മാരേജിന് മുമ്പ് എനിക്ക് എൻ്റെ അമ്മ വാങ്ങിച്ചു തന്നതാണ്. അതും കളഞ്ഞിട്ടില്ല, ഇതും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. എന്തിനോ വാങ്ങി കൂട്ടിയതാണ് ഇതൊക്കെ. പിന്നെ ഈ ചോക്കർ ഇതുവരെ ഇട്ടിട്ടില്ല. ഓണത്തിനിടാൻ വാങ്ങിയത്, പക്ഷെ ഞാൻ എന്തോ ഇതുവരെ എനിക്ക് ഇടാൻ തോന്നിയിട്ടില്ല. എനിക്ക് ഇട്ടപ്പോൾ എന്തോ സെറ്റ് ആവാത്ത പോലെ തോന്നിയിട്ടുണ്ട്, അങ്ങനെ വെച്ചു. ഈ മാല ഞാൻ 2 മാലകൾ ചേർത്തുണ്ടാക്കിയതാണ്. കാരണം രണ്ടും വേറെ വേറെ, ചുട്ടി വേറെ ആ ചെയിന് വേറെ, അങ്ങനെ ഞാൻ സെറ്റാക്കി ഇട്ടതാണ് ആ മാല. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളെ മംഗല്യസൂത്രയുടെ ഒരു കൊതി തോന്നിയപ്പോൾ അടുത്തുള്ളൊരു കടയിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അങ്ങനെ ഈ ഡ്രോയറൊക്കെ കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഇനി അടുത്ത ഏത് ഡ്രോയറാ? പിന്നെ എൻ്റെ ഇത് കമ്മൽ കളക്ഷനാണ്. ഇത് പ്രത്യേകിച്ച് ഞാൻ അടുക്കി പിറക്കൊന്നുമില്ല, അങ്ങനെ ഞാൻ നേരത്തെ അലങ്കുലാക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പിന്നെ ഒരു ദിവസം നോക്കാം. നമ്മളെ കമ്മൽ കളക്ഷനൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ഇടാം. എനിക്ക് കമ്മൽ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ എൻ്റെ സൂക്കേസ് ഞാൻ എന്താ അടച്ച് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. കാരണം ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല, ഇതിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്തിനി ഇത് സെറ്റാക്കേണ്ടത് ഈ സൂക്കേസും സാധനങ്ങളെല്ലാം ഞാൻ റോസ് ഡ്രോയറിൻ്റെ അകത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതങ്ങ് ഒതുങ്ങിയിരിക്കും, ഇതിനായിട്ട് പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട. പിന്നെ അതിൻ്റെ അകത്ത് ആ റോസ് ഡ്രോയറിൻ്റെ അകത്ത് ഒരു ബോക്സ് കിടക്കുന്നുണ്ടല്ലേ, എനിക്ക് ഫേവറേറ്റ് സിന്ദൂരാണ്. ഈ സിന്ദൂരത്തിന് പിന്നിലൊരു കഥയുണ്ട്. മാരേജ് കഴിഞ്ഞ് ഫസ്റ്റ് എനിക്ക് ചേട്ടൻ വാങ്ങിച്ചു തന്ന സിന്ദൂര ചെപ്പാണ്. ഇന്നേ വരെ ഇത് കളഞ്ഞിട്ടേ ഇല്ല, എനിക്കെന്തോ ഇത് കളയാൻ തോന്നിയിട്ടേ ഇല്ല. പക്ഷെ അധികം ഇത് യൂസ് ചെയ്യില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ഇതെടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കും. ഇത് അടുത്തൊരു കോവിലിൽ നമ്മൾ പോയ ടൈമിൽ അവിടെ പുറത്ത് ഇതുപോലെ വിറ്റുകൊണ്ടിരുന്നത്, അപ്പോൾ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കിത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിയ. പക്ഷേ എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടം, അങ്ങനെ അത് സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ സുക്കേസ് എടുത്ത് ആ ഡ്രോയറിൽ വെച്ചു. പിന്നെ ഇത് അതിൻ്റെ കൂടെ സ്പേസ് കിടക്കുകയല്ലേ, അപ്പോൾ എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ കൂടെ എന്ത് ചെയ്ത് അതിൻ്റെ അകത്ത് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിൽ ഇപ്പോൾ വയ്ക്കുന്ന കുറേ നെയിൽ പോളിഷ് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. കാരണം എന്തുവാ, പണ്ടെങ്ങാനോ വാങ്ങിയത് പോലും കിടക്കുന്നുണ്ട്, നല്ലതും ചീത്തയായിട്ട് ഒരുപാട് കിടപ്പുണ്ട്. പിന്നെ ഇത് തിരഞ്ഞ് പറക്കി എടുത്ത് കളയാൻ മടിച്ചെന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് തന്നെ ഇട്ടിക്കും ഞാൻ. പക്ഷേ ഡെയിലി ഉപയോഗിക്കുന്നത് ഒരു വൈറ്റും ബ്ലാക്കേ ഉപയോഗിക്കും. വല്ലപ്പോഴേ ഞാൻ എന്ത് ചെയ്യും, ലൈറ്റ് റോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഇത് കളയാൻ ഒരു മടി, പിന്നെ അങ്ങനെ എന്ത് ചെയ്യും, വാരിക്കൂട്ടി ഇതിൻ്റെ കൂട്ട് തന്നെ എന്ത് ചെയ്യും വെച്ചേക്കും. അനിയത്തി വരുമ്പോൾ എന്ത് ചെയ്യും, അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അവളെടുത്തിടും. അല്ല ഞാനിതൊന്നും ഇതിലുള്ള ഉപയോഗിക്കാറില്ല. പിന്നെ വാരിക്കൂട്ടി വാങ്ങുന്നത് നമ്മളെ പെണ്ണുങ്ങളൊരു സ്വഭാവമാണല്ലോ, കാണുന്നതെല്ലാം വാങ്ങിച്ച് വയ്ക്കും, ഉപയോഗിക്കാറില്ലല്ലോ, അതേപടിയാണ് ഞാൻ. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് മാലയാണ്, ഇതിൻ്റെ ഇടയിൽ എവിടെ കിടന്നതാണ്. ഈ മാലയാണ് ഞാൻ പിന്നെ 9ാം മാസം ചടങ്ങിന് ഫോട്ടോഷൂട്ടിന് ഇട്ടത്, ചടങ്ങല്ല ഫോട്ടോഷൂട്ടിന് ഇട്ടത്. കാരണം എനിക്കിതാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്, അങ്ങനെ ഈ മാലയാണ് ഞാൻ അന്നിട്ടേ. പിന്നെ ഈ സെക്ഷൻ ഇതിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല അടുക്കി പറക്കി വയ്ക്കാനായിട്ട്. ഈ അടുത്തുള്ളത് എൻ്റെ ബ്ലൂ ഡ്രോയറാണ്. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലടാ, കാരണം ഇത് ഫുള്ള് വളകൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ നിരത്തി വാരി ഇട്ടിക്കുന്നതാണ്. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇനിയുള്ളത് ഈ ഡ്രോയറിൻ്റെ കമ്പും കോലും എല്ലാം എന്ത് ചെയ്യും, തുടച്ച് ഉറക്കി എടുക്കണം. കാരണം നല്ല പൊടി ഉണ്ടായിരുന്നേ. ഒരു 3-4 മാസത്തിന് മുമ്പാണ് ഞാൻ ഇതുപോലൊന്ന് വൃത്തിയാക്കി വെച്ചത്. ഇതിൻ്റെ ഇടയിൽ ബാക്കിയിരുന്ന് എൻ്റെ വള ഡ്രോയറെല്ലാം പിള്ള വലിച്ച് വീണ്ടും വാരി ഇടുന്നതാണ്. ഇവനെ കരുതിയാണ് ഈ ഡ്രോയർ ഞാൻ എടുക്കാത്തത് പോലും. കാരണം ഭയങ്കര അലിമ്പ്, അവന് ഈ ഡ്രോയർ ഭയങ്കര ഇഷ്ടം. ഇത് കിട്ടിയ അവന് ഇത്തിരി വലിച്ച് കളിക്കാൻ വേണ്ടി ഭയങ്കര അവനിഷ്ടം. പിന്നെ വീണ്ടും അടുത്ത ഡ്രോയറിൽ വലിച്ചു വാരി ഇടുന്നു. അങ്ങനെ എല്ലാം ഞാൻ എന്ത് ചെയ്ത് സെറ്റാക്കി തുടച്ച് പറക്കി വെച്ചതിന് ശേഷം ഓരോ ഡ്രോയറായിട്ട് എടുത്ത് വെച്ച്. കാരണം ഇനി ഇത് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയായിരുന്നു. ബാക്കി ഞാൻ 3 ഡ്രോയറല്ല കാണിച്ചത്, ബാക്കി 2 ഡ്രോയറിലും പ്രത്യേകിച്ച് സാധനങ്ങളില്ല. കാരണം മരുന്ന് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ലാസ്റ്റ് ഡ്രോയറിനകത്ത് ഒന്നുമില്ല, ലാസ്റ്റ് കാണിച്ചു തരാം അത്. പിന്നെ ഓരോ സാധനങ്ങളായിട്ട് വെച്ചു. പിന്നെ രണ്ടാമത്തെ ഡ്രോയർ വെച്ചുകൊണ്ടിരുന്നപ്പോഴേ മോൻ ഭയങ്കര അലിമ്പായിരുന്നു. പിന്നെ എന്ത് ചെയ്ത് അവന് തന്നെ ആ ഡ്രോയർ കൊടുത്തെടുത്ത്. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്ത് എൻ്റെ മഞ്ഞ ഡ്രോയർ എടുത്ത് വെച്ച്. പിന്നെ അവനെ കാണാതെ പടപടാ എടുത്ത് എന്ത് ചെയ്ത് നമ്മളെ നീല ഡ്രോയർ, അവനും നീല ഡ്രോയറാണ് ഭയങ്കര ഇഷ്ടം, വളകൾ എടുത്തിടാനാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ എൻ്റെ നീല ഡ്രോയർ എടുത്ത് വെച്ചു. നമ്മുടെ ഫൈനൽ ലുക്ക് കാണാം, നോക്കിക്കോ എങ്ങനെയുണ്ട് നോക്കണേ. എങ്ങനെ കിടന്ന ഡ്രോയർ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നവരുണ്ട്. എൻ്റെ ഫസ്റ്റ് ഡ്രോയർ, ക്ലിപ്പ്, വാച്ച് എല്ലാം കൂടെ ചേർത്ത് വെച്ചത്. ഇതെൻ്റെ വള കളക്ഷൻ.
പിന്നെ മൂന്നാമത്തെ എൻ്റെ സൂട്ട്കേസ്, എൻ്റെ നെയിൽ പോളിഷ്, അങ്ങനെയൊക്കെ. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ടാസ്കിലൊന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക് യു.